അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണീ. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്തിയാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ. താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ. ഹേ ചണ്ഡമുണ്ഡാർദിനി. നിശേഷീകൃതരക്തബീജദനുജേ നിത്യേ നിസുംഭാപഹേ. സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണീം സൽപ്രകരപരമാഹ്ലാദജനനീം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാവ്യഭംഗിയുണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാല ചാർത്തി അണയൂ മമ മാലകന്നു കഴിയാൻ, മാല ചാർത്തി അണയൂ അമ്മേ മാലകന്നു കഴിയാൻ, മമ മാലകന്നു കഴിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്ത എന്നിൽ കനിയാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം, വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം, വ്യസനജാല നാശം, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ.
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം തൃതീയ സ്കന്ധം 30-ാമത്തെ അധ്യായത്തിൽ 28-ാമത്തെ ശ്ലോകം മുതൽ നമ്മളിപ്പോൾ പാരായണം ചെയ്ത് അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. നാരദ ഉവാച ശൃണുരാമ സദാ നിത്യാശക്തിരാദ്യാ സനാതനീ സർവകാമപ്രദാ ദേവി പൂജിതാ ദുഃഖനാശിനി. കാരണം സർവഭൂതാനാം ബ്രഹ്മാദീനാം രഘുദ്വഹ തസ്യാശക്തിം വിനാ കോപി സ്പന്ദിതും ന ക്ഷമോ ഭവേൽ. വിഷ്ണോ പാലനശക്തി സാ കർത്തൃശക്തി പിതുർമമ. രുദ്രസ്യ നാശശക്തി സാ ത്വന്യാ ശക്തി പരാശിവ. യച്ച കിഞ്ചിൽ ക്വചിദ് വസ്തു സദസൽ ഭുവനത്രയേ യസ്യാ സർവസ്യ യാ ശക്തിസ്തദുൽപത്തി കുതോ ഭവേൽ. ന ബ്രഹ്മാ ന യദാ വിഷ്ണുർ ന രുദ്രോ ന ദിവാകര ന ചേദ്രാദ്യാ സുരാ സർവേ ന ധരാ ന ധരാധരാ. തദാ സാ പ്രകൃതി പൂർണ്ണ പുരുഷേണ പരേണ വൈ സംയുത വിഹരത്യേവ യുഗാദൗ നിർഗുണാ ശിവ. സാ ഭൂത്വാ സഗുണാ പശ്ചാൽ കരോതി ഭുവനത്രയം. പൂർവം സംസൃജ്യ ബ്രഹ്മാദീൻ ദത്വാ ശക്തിശ്ച സർവശാ. താം ജ്ഞാത്വാ മുച്യത്തെ ജന്തുർജന്മ സംസാരബന്ധനാൽ
സാ വിദ്യാ പരമാജ്ഞേയാ വേദാദ്യാ വേദകാരിണി അസംഖ്യാതാനി നാമാനി തസ്യാ ബ്രഹ്മാദിഭിഃ കില ഗുണകർമ്മവിധാനൈസ്തു കൽപ്പിതാനി ച കിം ബ്രുവേ അകാരാദിക്ഷകാരാന്തൈശ്വരൈർവർണൈസ്തു യോജിതൈ അസംഖ്യേയാനി നാമാനി ഭവന്തി രഘുനന്ദന. രാമ ഉവാച വിധിം മേ ബ്രൂഹി വിപ്രർഷേ വ്രതസ്യാസ്യ സമാസത കരോമ്യദ്യൈവ ശ്രദ്ധാവാൻ ശ്രീദേവ്യാ പൂജനം തഥാ. നാരദ ഉവാച പീഠം കൃത്വാ സമേ സ്ഥാനേ സംസ്ഥാപ്യ ജഗദംബികാം ഉപവാസാന്നവൈവാത്വം കുരു രാമ വിധാനത. ആചാര്യോഹം ഭവിഷ്യാമി കർമ്മണ്യസ്മിൻ മഹീപതേ ദേവകാര്യവിധാനാർത്ഥമുത്സാഹം പ്രകരോമ്യഹം. ജാനകീകാന്തസ്മരണം ജയ് ജയ് രാമ രാമ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. ശ്രീമഹാലക്ഷ്മ്യൈ നമഃ. ശ്രീമഹാസരസ്വത്यै നമഃ. സദാ സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം തൃതീയ സ്കന്ധം 30-ാമത്തെ അധ്യായത്തിൽ 28-ാമത്തെ ശ്ലോകം മുതൽ 40 കൂടിയുള്ള ശ്ലോകങ്ങളാണ് ഇപ്പോൾ ഭാഷാഗാനമായി ഇവിടെ പാടി അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ ഭക്ത്യാദരപൂർവം സമർപ്പിക്കുന്നത്. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. നാരദൻ പറഞ്ഞു, കേൾക്കൂ രാമ നിത്യയും ആദ്യയും ദേവി സനാതനി, സർവകാമവരപ്രദ ദുഃഖനാശിനി. ബ്രഹ്മാദികളായവർക്കു കാരണവും ദേവി തന്നെ, ശക്തിയില്ലാതാർക്കും സ്പന്ദിക്കുവാനാകില്ല. വിഷ്ണുവിൻ പാലന ശക്തി, ബ്രഹ്മാവിൻ്റെ സൃഷ്ടിശക്തി, രുദ്രന്റെ സംഹാര ശക്തി, പരമശക്തി. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ജഗത്തിൽ സത്തായിട്ടും സത്തായുമുള്ളതെല്ലാം ജഗദംബിക തന്നെ ശക്തിയാണല്ലോ. ജഗത്തിനു കാരണമായിട്ടുള്ളതാം ദേവി പിന്നെ ജനിക്കുന്നതെങ്ങു നിന്ന് ഉത്തരമില്ല. ബ്രഹ്മാ വിഷ്ണു രുദ്രാദിത്യ ഇന്ദ്രാദികൾ അതുപോലെ ഭൂമിയും പർവ്വതങ്ങളും ഇല്ലാത്തപ്പോഴും ആ പ്രകൃതി പൂർണ്ണ തന്നെ പൂർണ്ണയായ പരാശക്തി പുരുഷനുമായി ചേർന്നു വിഹരിക്കുന്നു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം.
സഗുണഭാവത്തോടെയ ബ്രഹ്മാദികളെ സൃഷ്ടിച്ചു. ശക്തി നൽകി മൂലകം സൃഷ്ടി നടത്തി. ബ്രഹ്മസ്വരൂപിണി എന്നു അറിയുന്ന ജീവനപ്പോൾ ജന്മാദിയാം സംസാരത്തിൽ നിന്നു മോചനം. ബ്രഹ്മരൂപിണിയാം വിദ്യ തന്നെയല്ലോ വേദമൂലം. വേദവിധാത്രിയുമവൾ രാഘവ കേൾക്കൂ. അസംഖ്യം സാമങ്ങളെയും അസംഖ്യം നാമങ്ങളെയും ബ്രഹ്മാവൾക്കായി നൽകി. ചരാചരാത്മകമെല്ലാം അവൾ തന്നാമം. അകാരാദീഷകാരാന്തം സ്വരവർണ്ണങ്ങളും ചേർന്ന് അവൾക്കേറെ നാമങ്ങളും ഉണ്ടായിട്ടുണ്ട്. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. രാമൻ പറഞ്ഞു, ശ്രീദേവി പൂജനം ഉടൻ ശ്രദ്ധാപൂർവം നടത്തുവാൻ വ്രതവിധി വിശദമായി പറഞ്ഞിടണേ. നാരദൻ പറഞ്ഞു, നിരപ്പായ സ്ഥലത്തൊരു പീഠത്തിലായി ദേവിയെയും പ്രതിഷ്ഠിച്ചു. നവരാത്ര വ്രതം ഉപാസനിക്കണം. പ്രതിഷ്ഠിച്ചു നവരാത്രം ഉപാസിക്കണം. ഇക്കാര്യത്തിൽ ഞാനും തവ ആചാര്യനായിടാം രാമ. ദേവകാര്യം സാധിച്ചിടാൻ ഉത്സാഹിച്ചിടാം. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം, കാളി ശരണം, ഭദ്രകാളി ശരണം. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ദേവി നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവി ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവി വാഴുക എൻ്റെ നാവിലനിശം, വാക്കായി സുഗീതങ്ങളായി. ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. ദേവി നിന്നുടെ പാദപങ്കജമതിൽ വീഴുന്നു ജ്ഞാനാംബികേ. ദേവി നിന്നുടെ പാദയുഗ്മമതിലായി വീഴുന്നു ജ്ഞാനംബികേ. ശ്രീമദ് ദേവി ഭാഗവതം അമ്മയെ അറിയാൻ എന്ന അക്ഷരപൂജ ഇന്ന് 316 ദിവസത്തിലേക്ക് എത്തുമ്പോൾ ശ്രീമദ് ദേവി ഭാഗവതം തൃതീയ സ്കന്ധം സമർപ്പണാധ്യായമായ 30 അധ്യായത്തിൽ 28 ശ്ലോകം മുതൽ 40 കൂടിയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ പാരായണം ചെയ്തത്, ഭാഷാഗാനമായി പാടിയത്, ഇപ്പതാ പ്രഭാഷണ രൂപത്തിൽ അനുസ്മരിക്കുന്നത്. ശ്രീരാമചന്ദ്രസ്വാമി ദേവിയെക്കുറിച്ച് ചോദിക്കുമ്പോൾ നാരദ മഹർഷി ദേവിയെക്കുറിച്ചും ദേവിയുടെ നവരാത്രവ്രതത്തെക്കുറിച്ചും ഹോമാദികളെക്കുറിച്ചും ജപാദികളെക്കുറിച്ചുമൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് ആണ് നമ്മൾ ഇന്ന് അനുസ്മരിക്കുന്നത്. ആരാണ് ദേവി? എന്താണ് ദേവിയുടെ ശക്തിവിശേഷം? ദേവി എവിടെ നിന്നുണ്ടായി?
എന്താണ് ദേവിയുടെ രൂപം, വിധിയനുസരിച്ചുള്ള ആ വ്രതം എങ്ങനെയാണ്, ഇതൊക്കെ പറയൂ എന്ന് പറഞ്ഞപ്പോൾ നാരദൻ പറഞ്ഞു, ശൃണു രാമ, രാമ കേട്ടോളൂ എന്നാണ്. സദാ നിത്യാ ശക്തിരാദ്യാ സനാതനി. ആരാണ് ദേവി? നിത്യയാണ്, ശക്തിയാണ്, ആദ്യസ്വരൂപിണിയാണ്, സനാതനിയാണ്. സർവകാമപ്രദാ ദേവി പൂജിത ദുഃഖനാശിനി. സർവകാമങ്ങളും നൽകുന്നവളാണ്, പൂജിക്കുന്നവരുടെ ദുഃഖത്തെ ഇല്ലാതെയാക്കുന്നവളാണ്. അപ്പൊ ബ്രഹ്മത്തിൽ ശക്തിസ്വരൂപമായി മിന്നിത്തിളങ്ങുന്ന ദേവി കാലത്രയത്തിലും മാറ്റമില്ലാതെ നാശമില്ലാതെ നിൽക്കുന്നു. അതുകൊണ്ടാണ് സനാതനി, നിത്യ എന്ന് പറയുന്നത്. അപ്പൊ എല്ലാത്തിൻ്റെയും ആദി കാരണവും ഈ ദേവിയാണ്. പൂജിച്ചാൽ ധർമ്മ അർത്ഥ കാമമോക്ഷങ്ങളെ, ആ 4 തരത്തിലുള്ള പുരുഷാർത്ഥത്തെയും സാധിപ്പിച്ചു തരുന്നവളാണ് ദേവി. ജനന മരണാദി സർവ്വദുഃഖങ്ങളെയും ഇല്ലാതെയാക്കും. ദുഃഖനാശിനി എന്ന് പറയുന്നത് മനുഷ്യന് അല്ലെങ്കിൽ ഒരു ജീവന് ഉണ്ടാകുന്ന ജനന മരണങ്ങളാകുന്ന ദുഃഖങ്ങളെ കൂടി ഇല്ലാതെയാക്കി മോക്ഷത്തിലേക്ക് എത്തിക്കും ആ ദേവി. കാരണം സർവഭൂതാനാം, സർവഭൂതാനാം കാരണം, എല്ലാത്തിൻ്റെയും കാരണം ആ ദേവിയാണ്. ബ്രഹ്മാദീനാം രഘുദ്വഹ, ഹേ രഘുനന്ദന, സാക്ഷാൽ ബ്രഹ്മാവ് പോലുള്ള ആളുകൾക്ക് പോലും കാരണമായി നിൽക്കുന്നത്, ഉൽപ്പത്തിക്ക് കാരണമായിട്ടുള്ളത് ദേവിയാണ്. തസ്യാ ശക്തിം വിനാകോപി സ്പന്ദിതും ന ക്ഷമോ ഭവേൽ. ആ ദേവിയുടെ ശക്തിയില്ലാതെ ആർക്കും ആ രീതിയിൽ ഒരാൾക്ക് പോലും ഒന്ന് സ്പന്ദിക്കാൻ, ഒന്ന് അനങ്ങാൻ പോലും സാധിക്കില്ല. തന്നെയുമല്ല വിഷ്ണു പാലനശക്തി സാ, ദേവി എന്താണ്? വിഷ്ണുവിൻ്റെ ആ സംരക്ഷണ ശക്തി അല്ലെങ്കിൽ പാലന ശക്തിയാണ്. കർത്തൃശക്തി പിതൃമമ, എൻ്റെ അച്ഛനായ ബ്രഹ്മാവിന് സൃഷ്ടി ചെയ്യാനുള്ള ശക്തി നൽകുന്നതും ആ ദേവിയാണ്. രുദ്രസ്യ നാശശക്തി സാ, രുദ്രന്റെ സംഹാരശക്തി, എല്ലാത്തിനെയും നശിപ്പിക്കാനുള്ള ശക്തി, അതും ആ ഭഗവതിയാണ്. ത്വന്യാശക്തി പരാശിവ. അപ്പോ പരാശക്തിയായ ആ ദേവി തന്നെയാണ് പരബ്രഹ്മശക്തി എന്ന് മനസ്സിലാക്കൂ. ബ്രഹ്മാവിഷ്ണു മഹേശ്വര രൂപത്തിൽ ത്രിമൂർത്തികളായി മിന്നിത്തിളങ്ങുന്നതും ആ ശക്തിയാണ്. ആ ശക്തിയില്ലാതെ അവർക്ക് ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. യച്ചകിഞ്ചിൽ ക്വചിത് വസ്തു സദസത് ഭുവനത്രയേ. ഇനി എന്താ കൂടുതൽ പറയണ്ട അല്ലേ? ഈ ലോകത്തിൽ സത്തായും അസത്തായും എന്തൊക്കെ വസ്തുക്കൾ ഉണ്ടോ അത് മുഴുവൻ തസ്യ സർവസ്യ യാ ശക്തി തതുൽപത്തി കുതോഭവിൽ, എല്ലാത്തിൻ്റെയും കാരണം, അതിൻ്റെയൊക്കെ ശക്തിയായി മൂലശക്തിയായി നിൽക്കുന്നത് ഈ പരബ്രഹ്മസ്വരൂപിണിയായിരിക്കുന്ന ജഗദംബികയാണ്. അതുകൊണ്ട് എവിടെ നിന്നാണ് ആ ദേവി ഉണ്ടായത്, കുതോജാത എന്നുള്ള ചോദ്യം തന്നെ അപ്രസക്തമാണ്. കാരണം എങ്ങു നിന്നും ഉണ്ടായതല്ല. സർവകാരണമായ ഒന്നിന് ഉൽപ്പത്തി പറയാൻ സാധിക്കില്ല. അവിടെ കാര്യവും കാരണവും ഒക്കെ ഭഗവതി തന്നെയാണ് എന്ന് പറയുന്നു. ന ബ്രഹ്മ ന യഥാ വിഷ്ണു ന രുദ്രോ ന ദിവാകര ന ചേന്ദ്രാദ്യ സുരാ സർവേ ന ധര ന ധരാധര. ബ്രഹ്മാവ്, വിഷ്ണു, രുദ്രൻ, ആദിത്യൻ, ഇന്ദ്രാദികളായിട്ടുള്ള ദേവന്മാര്, ധര ഭൂമി, ധരാധര എന്ന് വെച്ചാൽ പർവ്വതം, ഇത് ഒന്നും ഇല്ലാതിരുന്ന കാലത്തും ന ബ്രഹ്മ, ബ്രഹ്മാവില്ല, വിഷ്ണുവില്ല, രുദ്രനില്ല, സൂര്യനില്ല, അതേപോലെ ഇന്ദ്രനില്ല, ദേവന്മാരില്ല, പർവ്വതമില്ല, ഭൂമിയില്ല. അങ്ങനെ ഇരുന്നപ്പോഴും തദാസാ പ്രകൃതി പൂർണ്ണ പുരുഷേണ പരേണ വൈ, അപ്പോഴും ആ പ്രകൃതി, ഈ അമ്മ പൂർണ്ണയായിരുന്നു എന്നാണ്. പൂർണ്ണയായ ആ പരാശക്തി പരമപുരുഷനോടുകൂടി സംയുതാ വിഹരത്യേവ യുഗാദോ നിർഗുണ ശിവ, സാമ്യാവസ്ഥാരൂപത്തിൽ യുഗാദിയിൽ ആ ദേവി വിഹരിക്കുകയാണ് എന്ന് പറയുന്നു. മംഗളസ്വരൂപിണിയായ നിർഗുണയായ അമ്മ. സാ ഭൂത്വാ സഗുണാ പശ്ചാൽ കരോതി ഭുവനത്രയം. പിന്നെ ആ ദേവി, നിർഗുണഭാവമുള്ള ദേവി സഗുണസ്വരൂപത്തെ സ്വീകരിച്ച്, അല്ലെങ്കിൽ ഗുണത്രയ രൂപേണ, അപ്പോൾ ആ സഗുണമായി, സത്വമായി, രജസ്സായി, തമസ്സായി,
അങ്ങനെ രജോ ഗുണത്തിൽ നിന്ന് ബ്രഹ്മാവ്, സത്വഗുണത്തിൽ നിന്ന് വിഷ്ണു, തമോ ഗുണത്തിൽ നിന്ന് രുദ്രൻ. എന്നിട്ട് പൂർവം സംസൃജ്യ ബ്രഹ്മാദിൻ ദത്വാ ശക്തിശ്ച സർവശ, അവരെയൊക്കെ സൃഷ്ടിച്ചിട്ട് അതിന് അനുരൂപമായിട്ടുള്ള ശക്തി, സൃഷ്ടിശക്തി, പാലനശക്തി, സംഹാരശക്തി അത് കൊടുത്തിട്ട് അങ്ങനെ ഭുവനത്രയ സൃഷ്ടി നടത്തുന്നു ദേവി. താം ജ്ഞാത്വ, ആ ദേവിയെ അറിഞ്ഞാൽ, എന്താണ് ദേവി എന്നറിഞ്ഞാൽ, മുച്യത്തെ ജന്തുർ ജന്മസംസാര ബന്ധനാൽ, ആ ജീവൻ, ആ ജന്തു അതോടുകൂടി ജന്മം തുടങ്ങിയ സംസാര ദുഃഖങ്ങളിൽ നിന്ന് മോചനം നേടുന്നു. സാ വിദ്യ പരമാജ്ഞേയ വേദാദ്യ വേദകാരിണി, ആ ദേവിയെ തന്നെയാണ് വേദമൂലമായും വേദാദ്യ വേദവിധാത്രി വേദകാരിണിയായും കണക്കാക്കുന്നത്. അസംഖ്യാതാനി നാമാനി തസ്യാ ബ്രഹ്മാദിഭിക്കില, അനേകമനേകം നാമങ്ങൾ കൊണ്ട് അല്ലേ നമ്മൾ സഹസ്രനാമൊക്കെ ജപിക്കാറുണ്ട് അല്ലേ. അപ്പൊ ഗുണകർമ്മഭേദമനുസരിച്ച് ആ ദേവിക്ക് ബ്രഹ്മാദികൾ പല പല പേരുകളും കൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ ഞാൻ എന്താ പറയാ, കിംബ്രുവേ, ഞാൻ എന്തു പറയും? ഗുണകർമ്മ വിധാനൈസ്തു, എങ്ങനെ ആ ചരാചരാത്മകമായി കാണപ്പെടുന്ന സകലതും ആ ദേവിയുടെ നാമരൂപങ്ങളാണ്. ആ ദേവിയല്ലാതെ ലോകത്തിലൊന്നുമില്ല. അപ്പൊ പിന്നെ ഞാൻ എന്താണ് പറയുക? അകാരാന്തി ക്ഷകാരാന്തം, അകാരം മുതൽ ക്ഷകാരം വരെ അല്ലേ. അപ്പോ ആ മുതൽ ക്ഷ വരെ എന്ന് വെച്ചാൽ 51 അക്ഷരങ്ങൾ. സ്വരേർ വർണ്ണയിസ്തു യോജിതൈ, അങ്ങനെയുള്ള സ്വരവർണ്ണങ്ങൾ യോജിച്ച് അസംഖ്യേയാനി നാമാനി ഭവന്തി രഘുനന്ദന. അപ്പോ ആ മുതൽ ക്ഷ വരെ, ഭാഷാഗാനത്തിൽ ഷകാരം എന്ന് തെറ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നൊരു തോന്നല് വരുന്നുണ്ട്. ഏതായാലും ആ മുതൽ ക്ഷ വരെയാണ്. അകാരാദി ക്ഷകാരാന്തൈ സ്വരേർ വർണ്ണയിസ്തു യോജിതൈ. ഇപ്പൊ സ്വരവർണ്ണങ്ങൾ യോജിച്ച് അനേകം നാമങ്ങൾ ആ ദേവിക്ക് ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ രാമൻ ചോദിച്ചു, വിധിമേ ബ്രൂഹി വിപ്രഋഷേ, ഹേ വിപ്രഋഷേ, ദേവഋഷിയായിരിക്കുന്ന നാരദ, എന്താണ് വിധി? ശ്രീദേവി പൂജനം ഉടനെ തന്നെ എനിക്ക് ശ്രദ്ധാപൂർവം നടത്താൻ വേണ്ടി ആ വ്രതവിധികളെക്കുറിച്ച് വിശദമായി പറഞ്ഞു തരൂ. വിധിമേ ബ്രൂഹി വിപ്രഋഷേ വ്രതസ്യാസ്യ സമാസത കരോമ്യ അദ്യൈവ ശ്രദ്ധാവാൻ, ഇപ്പൊ തന്നെ ശ്രദ്ധയോടുകൂടി ആ ശ്രീദേവി പൂജനം, ആ ദേവീ പൂജ ചെയ്യാൻ അതിൻ്റെ വ്രതങ്ങളെ പറഞ്ഞു തരൂ, ആ വിധികളെ പറഞ്ഞു തരൂ. നാരദൻ പറഞ്ഞു, പീഠം കൃത്വാ സമേ സ്ഥാനേ, സമമായ സ്ഥാനത്ത്, നല്ല നിരപ്പുള്ള സ്ഥലത്ത് പീഠം വെച്ച് സംസ്ഥാപ്യ ജഗദംബികാം, അവിടെ ജഗദംബികയെ, ആ ഭഗവതിയെ പ്രതിഷ്ഠിക്കുക. ഉപവാസാന്നവൈവത്വം കുരു രാമ വിധാനത, എന്നിട്ടോ വ്രതമനുസരിച്ച് വിധിയനുസരിച്ച് നവരാത്രങ്ങളിൽ അങ്ങ് ഉപവസിക്കണം. 7 രാത്രികൾ, നവരാത്രി അല്ലേ. ആചാര്യോഹം ഭവിഷ്യാമി, ഇതിൽ ഞാൻ തന്നെ അങ്ങയുടെ ആചാര്യനാവാം, അങ്ങക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ. കർമ്മണ്യസ്മിൻ മഹീപതേഹേ, രാജാവേ അല്ലെങ്കിൽ ശ്രീരാമചന്ദ്ര, ഞാൻ അങ്ങക്ക് ഇതൊക്കെ പറഞ്ഞു തരാം. ദേവകാര്യവിധാനാർത്ഥം ഉത്സാഹം പ്രകരോമ്യഹം, ദേവകാര്യം സാധിക്കാനുള്ള ഉത്സാഹങ്ങൾ, അതിന് വേണ്ടതൊക്കെ ഞാൻ ചെയ്യാം എന്ന് നാരദ മഹർഷി പറയുന്ന 40ാമത്തെ ശ്ലോകത്തോടുകൂടി നാരായണീപാദങ്ങളിൽ നമ്രശിരസ്കരായി നമുക്ക് ഈ അക്ഷരപുഷ്പാഞ്ജലി സമർപ്പിക്കാം. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു,
ഞങ്ങൾ ആരാധിക്കുന്നു. ദേവീ ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവീ ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല. ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം. സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു. ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ. കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ. ദേവി ആരതിയൊഴിയുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ. കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു. ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി ജയ ജഗദീശ്വരിയേ. ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ ജയ ജഗദീശ്വരിയേ. അമ്മേ ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണി നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തതസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.
സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു ലോകാഃ സമസ്താഃ സുജനാഃ ഭവന്തു ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാഃ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു ഗോത്രാഭിവൃദ്ധി ധനധാന്യസമൃദ്ധിരസ്തു ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.